ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി. 7 എംപിമാർ ബിജെപിയിൽ ചേരുകയാണ്. രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവർ ആം ആദ്മി പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നു. 4 പേർ ബിജെപിക്ക് ഒപ്പമെന്ന് വ്യക്തമാക്കി രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകിയെന്നും രാഘവ് ചദ്ദ പറഞ്ഞു. That I am the right man in the wrong party. I repeat, I am the right man in the wrong party. इसलिए आज हम ये अनाउंस करते हैं, मैं ये अनाउंस करता हूं कि मैं आम आदमी पार्टी से दूर जा रहा हूं और जनता के पास जा रहा हूं. നോബൽ വാരിക്കാരനും PR സുനിലുമാണ് ചേരുന്നത്. ആദ്യം നോബലിലേക്ക് പോയാൽ, നോബൽ ഏറെക്കാലമായി രാഘവ് ചദ്ദ AAPയുമായി അകന്നു നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഇതാ ഇപ്പോൾ ബിജെപിയിൽ ചേരുന്നു എന്നുള്ള പ്രഖ്യാപനം വരികയാണ്. റോങ് പാർട്ടിയിലായിരുന്നു എന്നാണ് രാഘവ് ചദ്ദ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നോബൽ, വിനിത, ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് രാഘവ് ചദ്ദ. രാഘവ് ചദ്ദ അടക്കം ഇപ്പോൾ 7 എംപിമാരാണ് ആം ആദ്മി വിട്ടുകൊണ്ട് BJPക്കൊപ്പമാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ 7 പേരും രാജ്യസഭാ അംഗങ്ങൾ ആണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ 7 പേര്, അതായത് നിലവിൽ 10 അംഗങ്ങളാണ് ആം ആദ്മി പാർട്ടിക്ക് രാജ്യസഭയിലുള്ളത്. അതിൽ 3-ൽ 2 പേർ ഇത്തരത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായും അയോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ ബാധകമാകില്ല എന്നാണ് രാഘവ് ചദ്ദ വ്യക്തമാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ ചെയർമാൻ ഇവർ കത്ത് നൽകി. ഇനിയിപ്പോൾ BJPക്കൊപ്പമായിരിക്കും തങ്ങൾ എന്ന് വ്യക്തമായിക്കൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറെ നാളായി നേരത്തെ വിനീത് സൂചിപ്പിച്ചു വരെ ആം ആദ്മി പാർട്ടിയുമായി ഒട്ടും അടുത്തല്ല രാഘവ് ചദ്ദ, സ്വാതി മലിവാൾ അടക്കമുള്ള നേതാക്കൾ എന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോയ ആളുകളുടെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ രാഘവ് ചദ്ദ, അതോടൊപ്പം തന്നെ അശോക് മിത്തൽ, സന്ദീപ് പഥക്, സ്വാതി മലിവാൾ, ഹർഭജൻ സിംഗ്, രജീന്ദ്ര ഗുപ്ത, വിക്രം സിംഗ് സാനി എന്നിവരാണ്. ഇതിൽ ഒരാൾ ഒഴികെ, സ്വാതി മലിവാൾ ഒഴികെ ബാക്കി എല്ലാവരും പഞ്ചാബിൽ നിന്നുള്ളവരാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് പഞ്ചാബിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ്. BJP അവിടെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്രയധികം എംപിമാർ ഇങ്ങനെ കൂട്ടത്തോടെ BJPയിലേക്ക് പോയ സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. കനത്ത പ്രഹരം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടി നിരന്തരം ഈ പറഞ്ഞ രാഘവ് ചദ്ദയെ വിമർശിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളുടെ വിഷയം ഉന്നയിക്കുന്നില്ല, BJPയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ രാജ്യസഭ ഉപനേതാവ് സ്ഥാനത്ത് മാറ്റിയത്. അതിന് പകരം വെച്ച അശോക് മിത്തൽ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ BJPയിലേക്ക് പോയിരിക്കുന്നത് എന്ന കനത്ത പ്രഹരം തന്നെയാണ്. എന്താണെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ഏറ്റിരിക്കുന്നത്. ദില്ലിയിൽ അധികാരം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. ഇനിയിപ്പോൾ വരുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പ് മാത്രമാണ് ആം ആദ്മിക്ക് തിരിച്ചു വരാൻ ഏക ഒരു ഘടകമായി ഉണ്ടായിരുന്നത്. അതിനു മുൻപ് ഇത്രയധികം എംപിമാർ പോയത് എന്താണെങ്കിലും പാർട്ടിയുടെ പ്രതിച്ഛായ അടക്കം ബാധിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. അല്പം മുമ്പ് സഞ്ജയ് സിംഗ് MP, ഇപ്പോൾ ആം ആദ്മി പാർട്ടി തുടരുന്ന നേതാവ്, അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഒരു ഓപ്പറേഷൻ താമരയാണ് BJP നടപ്പാക്കിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം അശോക് മിത്തൽ അടക്കമുള്ള ആളുകളുടെ വീട്ടിൽ CBI ED അടക്കമുള്ള ഏജൻസികളുടെ പരിശോധന ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതും പഞ്ചാബിലെ ജനങ്ങൾ ഒരിക്കലും ഇവരോട് പൊറുക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ആം ആദ്മിയുടെ ഭാഗത്ത് വരുന്നത്. സുനിൽ കൂടി ചേരുകയാണ്. PR സുനിൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യസഭയിൽ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് രാഘവ് ചദ്ദയെ മാറ്റിയപ്പോൾ തന്നെ നമ്മൾ ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചതാണ്. ഈ പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് മുൻപ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടിയെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? വിനീത, സ്വാതി മാലിവാൾ അതുപോലെ തന്നെ രാഘവ് ചദ്ദ, ഇവർ 2 പേരും നോബൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി ആം ആദ്മി പാർട്ടി നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദില്ലി തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പ്രചരണ രംഗത്ത് രാഘവ് ചദ്ദയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം UK-യിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് രാഘവ് ചദ്ദ പ്രചരണത്തിന് ഇറങ്ങാത്തത് എന്നൊക്കെ തന്നെ വലിയ ചോദ്യമാവുകയും അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്താണ്. ഏതായാലും രാഘവ് ചദ്ദയും സ്വാതി മാലിവാളും മാത്രമല്ല, ഇപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ രാജ്യസഭാ അംഗങ്ങളെ കൂടി ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇളക്കിയെടുത്ത് BJPയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ പ്രഹരം തന്നെയാണ്. നോബൽ പറഞ്ഞതുപോലെ അടുത്ത വർഷം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. മാത്രമല്ല ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ 2 സംസ്ഥാനങ്ങൾ, അതിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് അധികാരത്തിലുള്ളത്, ഗുജറാത്തിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി വേരുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാര്യമായി ആം ആദ്മി പാർട്ടിക്ക് ഒരു റോളുള്ള സംസ്ഥാനങ്ങൾ വരുമ്പോഴാണ് ഈ നിലയിൽ വലിയ പ്രഹരമുണ്ടാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട ശേഷം മദ്യ കോഴ അഴിമതിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ വന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു. അതിനുശേഷം പക്ഷേ അടുത്ത കാലത്ത് അരവിന്ദ് കെജ്രിവാളിനെ ദില്ലി കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിജയമായി ആം ആദ്മി പാർട്ടി ഉയർത്തി കാണിക്കുകയും അതൊരു പുതുജീവൻ ആം ആദ്മി പാർട്ടിക്ക് നൽകും എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്നും ദില്ലിയിൽ നിന്നുമുള്ള രാജ്യസഭാ അംഗങ്ങൾ കൂട്ടത്തോടെ ഇപ്പോൾ BJPയിലേക്ക് ചേരുന്നത്. അതാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു മുഖമായിരുന്നു രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ളവർ. സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ ബഡ്ഡി ആയിരുന്നു രാഘവ് ചദ്ദ എന്നതാണ്. പല വിഷയങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടുള്ള ആളാണ്. ഇവരൊക്കെ തന്നെയും
നേതാക്കന്മാർ എല്ലാവരും തന്നെ. പഞ്ചാബ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ AAP ഉണ്ടായിരിക്കുന്ന ഈ വലിയ പൊട്ടിത്തെറി എങ്ങനെയായിരിക്കും ഇനി ബാധിക്കുക? കാത്തിരുന്ന് കാണാം. നോബൽ മാരിക്കാരനും PR സുനിലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.